നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അല്പസമയം മുൻപ് രാഹുൽ ഈശ്വറിനെ ആശുപത്രിയിലേക്ക് ഡെയിലി ചെക്കപ്പിനായി കൊണ്ടുവന്നിട്ടുണ്ട്. ആ വിഷ്വൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. അദ്ദേഹം ബൈറ്റ് നൽകുകയും ചെയ്തിട്ടുണ്ട്. കൂടുതലൊന്നുമില്ല. അദ്ദേഹം പറയുന്നത് എനിക്ക് നീതി കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ കൂടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിനും സന്ദീപ് ജി വാര്യറിനും ഒക്കെ തന്നെ ജാമ്യം ലഭിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, എന്ത് ചെയ്യാൻ എന്ന് പറയുന്നുണ്ട്. രാഹുൽ ഈശ്വർ എന്ന വ്യക്തിയെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നില്ല. അദ്ദേഹത്തിന്റെ പല നിലപാടിനോടും വ്യക്തിപരമായും അല്ലാതെയും ഒക്കെ എതിർപ്പുണ്ട്. പക്ഷെ ഇവിടെ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ഒരു വ്യക്തികൾ, അല്ലെങ്കിൽ രാഹുൽ ഈശ്വറിനെ പോലെ സംസാരിക്കാൻ പറ്റുന്ന വ്യക്തികൾ നമ്മുടെ സമൂഹത്തിനും വേണ്ടേ? ചില ചോദ്യങ്ങൾ, ചിലർക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ചില സമയങ്ങളിൽ വ്യക്തമായി ചോദിക്കേണ്ട അവസ്ഥയുമില്ലേ? പക്ഷെ ഒരു പരിധി വിട്ടപ്പോഴാണ്, ആ പരിധി നിശ്ചയിച്ചത് ആരാണ്? ആ പരിധി വിട്ടപ്പോഴാണ് നിയമപരമായി അകത്ത് നിന്നുകൊണ്ട് ചെയ്യേണ്ട പല കാര്യങ്ങളും അദ്ദേഹം കുറച്ചൊന്ന് വ്യതിചലിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കോടതി അദ്ദേഹത്തെ ജാമ്യം നൽകാതെ റിമാൻഡിൽ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ബൈക്കിൽ അദ്ദേഹം പറയുന്നത് 11 ദിവസം കൊണ്ട് 11 കിലോ എന്റെ കുറഞ്ഞു എന്നാണ് പറയുന്നത്. സത്യത്തിൽ ഇപ്പോൾ പുറത്തു വരുന്ന ആ വീഡിയോ കണ്ടാൽ ഞെട്ടിപ്പോവും. കാരണം രാഹുൽ ഈശ്വറിനെ പോലെ അത്രയും അഗ്രസീവായി ചാടിത്തുള്ളി സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തി കിളി പോയ പോലെയാണ് അദ്ദേഹം ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ 14 ദിവസമായി അദ്ദേഹം ജയിലിനകത്താണ്. കൃത്യമായി ഭക്ഷണം കഴിക്കുന്നില്ല, കൃത്യമായി വെള്ളം കിട്ടുന്നില്ല, ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നു. ഇതിൽ പല തവണയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചെയ്യുന്നു അദ്ദേഹത്തെ. അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറയുന്നു. സത്യത്തിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഒന്നും ഓർമ്മയില്ല എന്ന് പോലും അദ്ദേഹം പറയുകയാണ്. പുറത്ത് രാഹുൽ ഈശ്വർ വേണ്ട നടപടികളൊക്കെ തന്നെ സ്വീകരിക്കുന്നു. അഭിഭാഷകനെ മാറ്റുന്നു. എങ്ങനെയെങ്കിലും ജാമ്യം വാങ്ങാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു. പക്ഷെ അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം തന്നെ നിൽക്കുമെന്നാണ് അദ്ദേഹം ഇപ്പോഴും ഈ അവശനായ ഈ ഒരു നിലയിലും അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുന്നത് ഡോക്ടർ പറഞ്ഞു കിഡ്നി തകരാറിലാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ടാണ് നിരാഹാരം അവസാനിപ്പിച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത് എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി രാഹുൽ ഈശ്വർ അകത്ത് കിടക്കുമ്പോൾ പുറത്തു വരുന്നത് ഇഞ്ചിഞ്ചായി അദ്ദേഹം മരിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നുള്ള ചോദ്യം പോലുമാണ്. അതായത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോകുന്ന വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത്. അതായത് അദ്ദേഹത്തിന് ഒന്നും പറയാൻ കഴിയില്ല, എന്താ ഞാൻ പറയേണ്ടത് എന്നുള്ള ഒരു രീതിയിലാണ് അദ്ദേഹം വരുന്നത്. അതായത് ക്ഷീണിതനാണ്, മുഖത്തൊക്കെ തന്നെ ആ ഒരു ക്ഷീണം കാണാൻ. പലരും അദ്ദേഹം ചോദിച്ചു, അദ്ദേഹം ആദ്യമൊക്കെ തന്നെ ഈ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നപ്പോൾ പല മാധ്യമങ്ങളും കളിയാക്കുന്നത് കേട്ടിരുന്നു. എന്തോ വലിയ സ്വാതന്ത്ര്യ സമരത്തിനൊക്കെ പങ്കെടുത്തിട്ട് പോകുന്നത് പോലെയാണ് അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയതിനു ശേഷം ഈ പോക്ക് പോകുന്നത് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ വീഡിയോയിലൊന്നും തന്നെ അതിജീവിതയുടെ പേരൊന്നും തന്നെ വെളിപ്പെടുത്തുന്നില്ല എന്നതുകൂടി എടുത്തു പറയുന്നു. പക്ഷെ ചില പരാമർശങ്ങൾ അദ്ദേഹം കുറച്ച് കടന്നുപോയി എന്ന കോടതി പോലും പറയുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ ഒരു കുരുക്ക് മുറുകിയത് എന്നുള്ളതാണ്. സ്റ്റേഷൻ ജാമ്യത്തിന് വിട്ടയക്കുക എന്നുള്ള കേസിലാണ് അദ്ദേഹത്തെ ഈ പിടിച്ചിട്ട് അകത്ത് കിടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇഞ്ചിഞ്ചായി രാഹുൽ ഈശ്വർ മരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പോലും നമുക്ക് ഭയപ്പാടിലാക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ സമനില സ്വബോധം പോകുന്ന രീതിയിലുള്ള അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്ന് മനസ്സിലാകുന്ന പോലെയാണ് തോന്നുന്നത്. അദ്ദേഹത്തിന് കഴിഞ്ഞ ഇത്രയും ദിവസം ഒരു നമ്മൾ കണ്ടതാണ്, മറ്റ് പല കേസുകളിലെയും കൊലപാതകികളെ പോലും കസ്റ്റഡിയിൽ നിന്നും മറ്റിടത്തേക്ക് കൊണ്ടുപോകുമ്പോൾ വേഷം മാറ്റാറുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് വേഷം പോലും മാറ്റില്ല. 11 ദിവസം ഇട്ട വസ്ത്രത്തിൽ തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇത്തരത്തിലുള്ള വളരെ വേദനിപ്പിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. രാഹുൽ ഈശ്വർ കൃത്യമായി തന്നെ നിലപാട് സ്വീകരിക്കുന്നുണ്ട്, കാര്യങ്ങളുമായി നിയമവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ജാമ്യം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും ഇന്ന് അദ്ദേഹം പ്രതികരിച്ച വാക്കുകൾ കേൾക്കാം, ഒപ്പം ഇന്നലത്തെ പ്രതികരണവും കൂടി കേൾക്കാം. പ്രതീക്ഷയുണ്ട്, കോടതിയിൽ പ്രതീക്ഷ എന്നാണ് വിശ്വാസം. പ്രാർത്ഥിക്കുന്നു. നിങ്ങളും കൂടെ പറയുക, സത്യം പറയാണെന്ന് തോന്നുകയാണെങ്കിൽ കിഡ്നിയിലേക്ക് പ്രശ്നമാവുന്നു ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ടാണ് 4 ദിവസം വെള്ളമില്ലാതെ കഴിഞ്ഞു, 5 ദിവസം ആഹാരം ഇല്ലാതെ കഴിഞ്ഞു, 11 കിലോ കുറഞ്ഞു. 11 കിലോ കുറഞ്ഞു, അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത്. 11 കിലോഗ്രാം കുറഞ്ഞു.